നമ്മളെ ആദ്യത്തെ ഇന്റർവ്യൂ ഇപ്പോഴത്തെ ഇന്റർവ്യൂ കണ്ടാലേ അറിയാം ബാലയെ അമൃതയെ പോലെ അവരെ പോലും വെറുതെ ഇനി അന്ന് ആ കസേരയിൽ ഇരിക്കുന്ന ഒരു വീഡിയോ വൈറലായത് ഞാൻ ഇങ്ങനെ സൗഭാഗ്യ മടിയിലിരുത്തുന്നു, സൗഭാഗ്യ ഡാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് പിള്ളേർ ഡാൻസ് കളിക്കുന്നത്. ഒരു പെണ്ണ് കമന്റ് ചെയ്തൊക്കെയാണ് സൗഭാഗ്യ സെൽഫി എടുക്കാൻ പോയപ്പോൾ പയ്യെ അതൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ സ്വന്തം ഭാര്യയില്ലേ, അവള് ചിലപ്പം പെട്ടെന്ന് ചോദിച്ചാൽ അവളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ആളുമായിട്ടിരിക്കുന്ന കാര്യം ആലോചിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത്, എന്റെ എടാ നിന്റെ ലക്കാണ് കേട്ടോ അർജുൻ ചേട്ടൻ അല്ലാതെ വേറെ ഏതൊരുത്തനാണെന്നുണ്ടെങ്കിൽ അപ്പം നിന്നെ കൊണ്ടൊന്ന് കളഞ്ഞു തന്നെ. കാരണം നീ ആ ഫാമിലിയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഞാനെന്ത് എന്തോന്ന് പറയുന്നത്, എനിക്ക് ഈ വിഷം എന്ന് പറയുന്നത് ഒരിക്കലും സർക്കിളിന് പുറത്തൊന്നുമല്ല, സർക്കിളിന്റെ അകത്തുനിന്നേ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ആങ്കർമാർ വന്നിട്ട് പബ്ലിസിറ്റിക്കാണോ അനുവിന് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ പബ്ലിസിറ്റിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കാനാണോ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. ഡെഫിനറ്റ്ലി പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആണല്ലേ ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞു അതെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ മെയിനായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ഓരോ കമന്റ്സ് വരുന്നുണ്ട്. ചേട്ടന്റെ രണ്ടാമത് വിവാഹം കഴിഞ്ഞോ എന്നുള്ള കുറേ കമന്റ്സ് നിങ്ങളുടെ വീഡിയോസിന്റെ അകത്ത് വരുന്നുണ്ട്. ശരിക്കും ചേട്ടന്റെ രണ്ടാമത് കല്യാണം കഴിഞ്ഞോ? കണ്ടായിരുന്ന ന്യൂസ്, താരാ കല്യാണത്തിൽ നൃത്തം അഭ്യസിക്കാൻ വന്ന നെടുമങ്ങാടുകാരിയെ അർജുന്റെ ചേട്ടൻ പ്രേമിച്ച്. ഇത് എത്ര പേര് പറയുന്ന അറിയാമോ? താരാ കല്യാണം മാത്രമാണല്ലേ കല്യാണം നിറഞ്ഞിരിക്കുന്നത്. അർജുന്റെ അച്ഛനും അമ്മ ഇവിടെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം കവർ ചെയ്താൽ മതി. നമ്മുടെ കല്യാണത്തിൽ ആരൊക്കെ ഞാൻ പറഞ്ഞില്ലേ മീഡിയയുടെ ഡ്യൂട്ടി മീഡിയ ചെയ്തു പോകും. അവര് ഫുൾ ടൈം കൂടെ ഉണ്ട്. അങ്ങനെ അവരെ ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടത്തൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പയ്യന്മാർ പോകണമല്ലോ, പെമ്പിള്ളേർ പോകും. അല്ലെങ്കിൽ എന്തായാലും എന്റെ ഭാര്യ പോയിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ പെറ്റ്സ് ഉണ്ട്. ഇവൻ കുഴപ്പമൊന്നുമില്ലല്ലോ, സോഷ്യലൈസ്ഡ് ആണ്. അങ്ങനെ ആൾക്കാരെ കണ്ട ഉടനെ കുത്താൻ പോലും അങ്ങനൊന്നും ഇല്ല. അവന്റെ പേരെന്താ? റാഡോ. റാഡോ. ഹായ് ഹായ്. എനിക്ക് എന്റെ ഓരോ പെറ്റ്സിനെ എനിക്ക് അത്രയ്ക്ക് അറിയാം. ഈ കിടക്കണം ഇതിനകത്ത് എത്ര കിളി ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഏത് കിളി എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ കുട്ടി ജനിക്കുമ്പോ എങ്ങനെ ഇരിക്കും അറിയാം, എനിക്ക് അറിയില്ല. ഇല്ല എത്ര കിളി ഉണ്ട് വന്നേ? ഞാൻ എണ്ണി പറഞ്ഞു എന്റെ കൗണ്ട് പോകും. പട്ടി പേടിയുണ്ടോ? ചെറുതായിട്ടൊക്കെ ഉള്ളു പേടി. അപ്പൊ അവര് തുറന്നിട്ടാണ് ആ സമയം. അല്ല ചെറിയ പേടിയുള്ളൂ. നിങ്ങൾ പിന്നെ അടുത്തുണ്ടല്ലോ. ചെറിയൊരു കടി കിട്ടുമ്പോ ആ പേടി മാറും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അർജുൻ അമ്മയുടെ കേസ് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും രണ്ടുപേരും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഭയങ്കര കാര്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അത് നിങ്ങൾക്ക് അവരെ അറിയാവുന്നതുകൊണ്ട് അറിയാം. ഇത് എത്ര പേര് പറയുന്ന അറിയാമോ? താരാ കല്യാണം മാത്രമാണല്ലേ കല്യാണം നിറഞ്ഞിരിക്കുന്നത്. അർജുന്റെ അച്ഛനും അമ്മ ഇവിടെ അവിടെ ഇങ്ങനെ അതിന്റെ ടീച്ചറിന്റെ തൊട്ടടുത്തേക്ക് എന്റെ പപ്പയാണ്. അവർക്ക് പപ്പ അറിയണത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രല്ല മീഡിയ വരുന്ന മീഡിയ അന്ന് അർജുന്റെ ഫാമിലിയും കൂടെ ഒന്ന് കാണിച്ചേക്കാം, അങ്ങനത്തെ ചിന്തയില്ല അവർക്ക്. ഇപ്പം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം കവർ ചെയ്താൽ മതി. നമ്മുടെ കല്യാണത്തിൽ ആരൊക്കെ ഞാൻ പറഞ്ഞില്ലേ മീഡിയയുടെ ഡ്യൂട്ടി മീഡിയ ചെയ്തു പോകുന്നു. അത് കണ്ട ആൾക്കാര് ഇവന് തന്തയും തള്ളയില്ലേ. അവന് സൗഭാഗ്യയുടെ അമ്മ, സൗഭാഗ്യയുടെ അമ്മ, സൗഭാഗ്യ അല്ലാതെ അവന്റെ അച്ഛനും അമ്മയ്ക്ക് അവിടെ പോയി. എന്റെ അച്ഛനും അമ്മയൊക്കെ ആണ്ട് എൻ്റെ ഇടയിൽ നിൽക്കണേന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അവര് ഫുൾ ടൈം കൂടെ ഉണ്ട്. അങ്ങനെ അവരെ ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടത്തൂ. നമുക്കെപ്പോഴും ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഫാമിലി നമുക്ക് ഭയങ്കര വലുതാണ്. ഇപ്പം ടീച്ചറാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഇപ്പം എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഒക്കെ അവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു തിക്ക് റിലേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്കും അത്രയും സന്തോഷമുള്ളതും നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നതൊക്കെ. അപ്പം ഈ കാണുന്നവർക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റിയത്? എൻ്റെ മോളിലിങ്ങനെ മറ്റേ ഇങ്ങനെ ഐക്കൺ കൊടുത്തിട്ട് ഇത് പപ്പ. എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാരും വ്യൂവേഴ്സ് വിചാരിക്കുന്ന എന്റെ ആൾക്കാര്, അതായത് എന്റെ ഫാമിലി എന്നാണ് വിചാരിക്കുന്നത്. സംഭവം മൊത്തം അർജുൻ ചേട്ടന്റെ ഫ്രണ്ട്സ്, അർജുൻ ചേട്ടന്റെ ഫാമിലി, ആ കല്യാണം മുഴുവനും. അതിന്റെ അകത്ത് വളരെ ഇത്രയേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ ഒരു കുട്ടി എന്തോ ആണ് വന്നത് എന്റെ കല്യാണത്തിൽ. എന്റെ ഫാമിലി എന്ന് പറയാൻ എന്റെ അമ്മ, വല്യമ്മ, അമ്മൂമ്മ, മാമൻ. സൗഭാഗ്യയുടെ പ്രശ്നം, സൗഭാഗ്യ എന്നെ പരിചയപ്പെട്ടതിന് ശേഷം സൗഭാഗ്യയുടെ ഫ്രണ്ട്സ് പൊതുവെ പെമ്പിള്ളേർ അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ് വേറെ പോയിട്ട് പിന്നെ അവർ സമയം കണ്ടെത്തിയൊക്കെ കാണാൻ പറ്റും. വളരെ കുറച്ച് പേര് അല്ലാതെ ഇപ്പോഴും ഭയങ്കര ഇതായിട്ട് അത്രയും പണ്ടത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിലുള്ളവർ ഒരുമിച്ച് നടക്കുന്നവരില്ല എന്നല്ല. പക്ഷേ മെജോറിറ്റി ഞാൻ കാണുന്നത് ഇപ്പം എൻ്റെ ചേട്ടത്തി അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഭാര്യ അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഹായ് ബൈ ഹലോ ഫോണിൽ വിളിച്ചിട്ട് ഒരു 2.5 മണിക്കൂർ സംസാരിക്കണം അങ്ങനെയുള്ളൂ. അല്ലാതെ എപ്പോഴും കാണണില്ല.
പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഞാൻ കാണുന്നുണ്ട് സൗഭാഗ്യം അവരുടെ അടുത്ത് നല്ല കമ്പനി ആയിക്കൊണ്ട് അവർ വരുമ്പോൾ ചിലപ്പോൾ വൈഫുമാരായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ സൗഭാഗ്യം ഭയങ്കര കംഫർട്ടബിൾ. അപ്പോൾ അടുത്ത ലെവലിൽ കംഫർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ കൂടെയാണ്. മറ്റവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവരുടെ കൂടെ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പയ്യന്മാർ പോകണമല്ലോ, പെമ്പിള്ളേർ പോകും, അല്ലെങ്കിൽ എന്തായാലും എൻ്റെ ഭാര്യ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടീച്ചറെ കുറച്ചധികം സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിരുന്നുണ്ട്. അങ്ങനെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, എനിക്ക് സൗഭാഗ്യം അങ്ങനെ പോയാൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു ഗേൾസ് ട്രിപ്പൊക്കെ അടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും, ഗേൾസ് ട്രിപ്പ് എന്തോന്ന് നിങ്ങളങ്ങ് പോയാൽ അതിൽ നിന്നാണ് പറയുന്നത്. ഇപ്പൊ വീട്ടിൽ കണ്ടാലും കുറെ ആൾക്കാർ എപ്പോഴും അർജുൻ ചേട്ടന്റെ ആൾക്കാരാണ്. അവര് വിചാരിക്കുന്ന പോലെ അർജുൻ ചേട്ടൻ ആരും ഇല്ല, എല്ലാം സൗഭാഗ്യയുടെ ആൾക്കാരുടെ കൂടെ മാത്രം അർജുൻ വന്ന് നിൽക്കുന്നു, അങ്ങനെയല്ല. ഇതൊക്കെ മീഡിയയുടെ കണ്ണല്ലേ, മീഡിയ ആരെ കവർ ചെയ്യുന്നു എന്ന് ഉള്ളതാണ്. ആ കല്യാണത്തിന്റെ വീഡിയോയിൽ തന്നെ ഒരു 70% ആൾക്കാർ അർജുൻ ചേട്ടൻ്റെ ആൾക്കാരാണ്. പക്ഷെ ആൾക്കാർ ഫുള്ള് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന് അവൻ താരാ കല്യാണം മാത്രം, അവൻ്റെ സ്വന്തം അച്ഛനമ്മ മൈൻഡ് അടിക്കുന്നില്ല, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് അതാണ്. ഇത് നമുക്ക് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് കമൻറ്റ് കണ്ടപ്പോഴും ബോഡി ഷേമിങ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ കല്യാണത്തിന് കൊണ്ടുപോയത് അർജുൻ ചേട്ടൻ്റെ ഫാമിലിയാണ് എന്നെ കല്യാണത്തിന് കൊണ്ടുപോകുന്നത്. കാരണം എൻ്റെ അമ്മ സിംഗിൾ മദർ അല്ലേ, അപ്പൊ അമ്മയാണ് അവിടെ പോയി കല്യാണത്തിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. എന്നെ ഇപ്പം ആര് കൊണ്ടുപോകും കല്യാണത്തിന്? ഇവരുടെ ഫാമിലിയാണ് എന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നത്. എൻ്റെ ഫാമിലിയായിട്ട് സൗഭാഗ്യം അത്രയും കമ്പനിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് സൗഭാഗ്യം കൂടുതൽ കംഫർട്ടബിൾ ഇപ്പം എൻ്റെ ഫാമിലി ആൾക്കാരെ കൂടെയൊക്കെയാണ്. ഇതിനകത്ത് സൗഭാഗ്യയുടെ വല്യച്ഛൻ്റെ മോൻ ഉണ്ട് ഇതിനകത്ത്, പക്ഷെ അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവൻ കൂടുതലും എൻ്റെ കൂടെയാണ് നടക്കാറ്. സൗഭാഗ്യമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ കമ്പനി നമ്മളോട്. കാര്യം നമ്മൾ ഒരുമിച്ച് പട്ടി വളർത്തുന്നു, അവനും ഡോഗ്സ് ഉണ്ട്. അപ്പം ഡോഗ്സിൻ്റെ കാര്യം സംസാരിക്കണം, പുറത്തുള്ള അവൻ്റെ ബിസിനസ്സിന് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെയൊക്കെ അവൻ കൂടുതൽ എൻ്റെ അടുത്താണ് കാര്യങ്ങൾ പറയാനുള്ളത്. സൗഭാഗ്യം വിളിച്ചിട്ടിടേ ഇന്നലെ പട്ടി ബ്രീഡ് ചെയ്ത് 6 കുട്ടികളുണ്ടായിരുന്നു, അതിൽ 2 ചെന്നൈയിൽ കയറ്റി വിട്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും മറന്നു പോകും അവൻ എൻ്റെ ഫാമിലിയുള്ള ആളാണെന്ന് ഞാൻ മറന്നു. അവൻ അർജുൻ ചേട്ടൻ്റെ ആരോ പോലെയാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പോൾ അവനാണ് എന്നെ ഓർമ്മിക്കുന്നത്. നമ്മുടെ കുടുംബമാണ്, എനിക്കറിയാം, എൻ്റെയും കൂടെ വല്യച്ഛൻ, എൻ്റെയും കൂടെ അപ്പച്ചൻ. ഓക്കെ ഓക്കെ അങ്ങനെയാണ്. അപ്പം അർജുൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എപ്പോഴും ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്ത്. ഞാൻ പക്ഷേ ഒരു ഷീൽഡ് ഇട്ട് നടക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സർക്കിൾ ബിൽഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അർജുൻ ചേട്ടൻ ബിൽഡ് ചെയ്യുന്ന സർക്കിളിൽ നൈസായിട്ട് ഞാനും ഒട്ടി ഓക്കെ ഹായ് അങ്ങനെ നടന്നു പോകുന്നത്. അതിൻ്റെ അകത്തേക്ക് അങ്ങ് ചേർന്ന് പതുക്കെ ആ കമ്പനി പുറത്തങ്ങ് പോകും. ഇപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മയും ചേട്ടത്തിയമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണ്. ചിരിക്കണമെങ്കിൽ അല്ല, അവർക്ക് സൗഭാഗ്യം ഭയങ്കര കാര്യമാണ്, അതാലോചിച്ചിരിച്ചത് അറിഞ്ഞ. കാരണം ആ സമയത്താണെങ്കിലും അമ്മയാണെങ്കിലും ഭയങ്കര കാര്യമായിട്ട്. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം അവരൊരു വേർപാട് ഉണ്ടായി. ഒരു കൊറോണ സമയത്ത് അച്ഛനെ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ചേട്ടത്തിയമ്മേനെ നഷ്ടപ്പെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പോയി. ഒരുപാട് ദിവസം പോലും കിട്ടിയില്ല, വളരെ ഫാസ്റ്റാണ്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറയുക, ഇവരുടെ ഫാമിലിയിലോട്ട് വിടുമ്പോൾ വലിയ ഫാമിലി, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. ഇതുപോലെ ഫാമിലിയിൽ എൻ്റെ മോള് പോകണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ആഗ്രഹം. അപ്പോൾ ആ ഫാമിലിയിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള ആൾക്കാർ ടക്കേ അങ്ങ് കുറഞ്ഞു പോയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓവർ ഭയങ്കര സന്തോഷവും ബഹളവും അടിച്ചുപൊളിയായിട്ട് ഒരു 2 ഓണം അല്ലേ, 2 വർഷം നമ്മളങ്ങ് ഭയങ്കരമായിട്ട് പൊളിച്ച്. നമ്മളെക്കാളിലും ബഹളത്തിലാണ് ചേട്ടനും ചേച്ചിയും വീട്ടിൽ വന്നിട്ട് സൗഭാഗ്യം പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യണതിന് മുമ്പ് തന്നെ ഇവർ ഉടനെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൊണ്ടുകൊടുത്ത് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞേ നിങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ഇത് അല്ലാന്നല്ല അറിയാം, നിങ്ങൾ മൂടോട്ടൊന്നും ആവില്ല, അങ്ങനെ അല്ലാതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ മോളെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അതൊരു വേദനയാണ്. കാര്യം പപ്പയും അമ്മയും എൻ്റെ ചേട്ടൻ്റെ മക്കൾ, ഞാൻ +1 പഠിക്കുമ്പോഴാണ് ചേട്ടൻ്റെ മോൻ ജനിക്കുന്നത്. അപ്പം അപ്പം തൊട്ട് അവരെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് എന്നുമേ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഒരു കുഞ്ഞ് വരുമ്പം എൻ്റെ പപ്പ എങ്ങനെയായിരിക്കും, അമ്മ എങ്ങനെയായിരിക്കും, ചേച്ചി എങ്ങനെ നോക്കും എന്നൊക്കെ ഉള്ള ഒരു അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തോ അത്രയും ലക്ക് നമുക്കില്ലായിരുന്നു പറയാം, അതാണ് പറ്റിപ്പോയത്. അപ്പം അമ്മുമ്മയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മുമ്മയും കുറച്ചാളും കൂടെ കൊണ്ടുവന്നെങ്കിൽ നല്ല രസമായിരുന്നു. അമ്മുമ്മയൊക്കെ ഒട്ടുമേ നമുക്ക് സാധാരണ ഒരു ഫാമിലി കാണാൻ കിട്ടാത്തൊരു റിലേഷനാണ്. ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മളിതൊക്കെ പെരുമാറുന്നത്. എൻ്റെ ഫാമിലി എടുത്ത് ഇപ്പം എൻ്റെ ചേട്ടത്തി മരിച്ചു, എൻ്റെ ചേട്ടത്തി എടുത്ത് ഇവളുടെ അമ്മൂമ്മ ഭയങ്കര കമ്പനിയാണ്. എൻ്റെ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ അത്ര കമ്പനി വയ്ക്കണ കാണുമ്പോൾ ചിരിക്കണ കളിക്കണേ കണ്ടിട്ടുണ്ട്. എങ്കിലും ഒരു ഭാര്യയുടെ അമ്മൂമ്മ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അടുത്ത കമ്പനിയാവണത് എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിരുന്നു. അവർ ശരിക്കുമേ എങ്ങനെയായിരുന്നു, ടീച്ചറും ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണ തന്നെ അവരങ്ങനെയാണ്, ചഞ്ചൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ നോർമൽ വിളിക്കണ പോലെ ഒന്നും അല്ല, അങ്ങനെയാണ്. അപ്പം
അപ്പോൾ അത് പറഞ്ഞാൽ അത് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞാൽ പിള്ളേർ സ്വാഭാവികമായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നമ്മുടെ പ്രഗ്നൻസി ടൈം ഒക്കെ ഇമാജിൻ ചെയ്തിരുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഒരിക്കലും ഫൈനാൻഷ്യൽ പ്രിപ്പയർഡ് അല്ലാത്തപ്പോൾ അങ്ങനെ ആവില്ല, നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കും, അങ്ങനെ നമ്മൾ വളരെ പ്ലാൻ ചെയ്തൊക്കെയാണ് നമ്മളൊരു കാര്യം ഇങ്ങനെ തീരുമാനിക്കുന്നത്, കൺസീവ് ആവുന്നത്. ആ പ്രഗ്നൻസിയുടെ 5th മന്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൂ മച്ച് ആയിരുന്നു അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും 2 വീട്ടിൽ താമസിക്കേണ്ടി വന്നു കോവിഡിൻ്റെ സമയത്ത്. ഇതൊന്നും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന സംഭവമല്ല. അർജുൻ ചേട്ടൻ ഇത്രയും വലിയ ലോസ് നടക്കുന്ന സമയത്ത് ഇവർ ക്വാറന്റൈനിലായി പോയി. ഞാൻ 5th മന്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് അമ്മയുടെ അവിടെ താമസിക്കേണ്ടി വന്നു. ഈ മരണം നടന്നിരുന്ന സമയത്ത് എനിക്ക് അർജുൻ ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കായി പോകുന്നു. ഇവരെ ഓരോരോ റൂമിലായി. അർജുൻ ചേട്ടൻ ഒരു റൂമിലായി, കുട്ടികൾ വേറൊരു റൂമിൽ, അർജുൻ ചേട്ടൻ ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ്. ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിൽ ആയിരുന്നു നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ബാക്കി ആരും ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ച് കേട്ടില്ല, ഈ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ച് കേട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയാണ്, എടാ നിൻ്റെ ലക്കാണ് കേട്ടോ അർജുൻ ചേട്ടൻ അല്ലാതെ വേറെ ഏതൊരുത്തനായിരുന്നെന്നുണ്ടെങ്കിൽ അപ്പം നിന്നെ കൊണ്ടുവന്ന് കളഞ്ഞു തന്നെ. കാരണം നീ ആ ഫാമിലിയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഞാനെന്താ എന്തോന്ന് പറയുന്നത്, എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാതെ അങ്ങ് നമ്മൾ ഈ ഭൂമി പിളർന്ന് അടിയിലോട്ട് പോകുന്ന അങ്ങനെ ആയിപ്പോയി ഞാൻ. എൻ്റെ ദൈവം, എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഈ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആൾക്കാരാണ് ഇങ്ങനെ ഒരു ഹിന്റ് ഇട്ട് തരുന്നത്. അപ്പം ഞാൻ ദൈവം എത്ര പേര് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കും എന്നുള്ളത്. പിന്നീട് ഞാൻ അർജുൻ ചേട്ടനടുത്ത് ഭയങ്കര കൺസേൺ ആയിട്ട് സംസാരിച്ചു. ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളവരാണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചേട്ടന് സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറയട്ടെ, അരുൺ ചേട്ടൻ പറയട്ടെ, അരുൺ ചേട്ടൻ്റെ 2 കുട്ടികളുണ്ടല്ലോ അവർ പറയട്ടെ, എങ്കിലും അത് ഓക്കെ. ഞങ്ങൾ ആരും അത് പറയുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് ഇപ്പോഴും നോക്കുന്നത്. ഈ അവർ പിള്ളേരായിരുന്നിട്ട് കൂടിയും അവർ എന്നെ പാമ്പർ ചെയ്യാറുണ്ട്. ചിത്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചിത്തിക്ക് അത് തരട്ടെ, കോഫി ഉണ്ടാക്കി തരട്ടെ, അങ്ങനെയാണ് അവരെന്നെ തിരിച്ചു നോക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത്, ഈ വിഷം എന്ന് പറയുന്നത് ഒരിക്കലും സർക്കിളിന് പുറത്തൊന്നുമല്ല, സർക്കിളിൻ്റെ അകത്തുനിന്നേ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇവിടുന്നേ ഡീൽ ചെയ്ത് വരുന്നതുകൊണ്ടാണ് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അത്രയും ഏക്കാത്തത്. കാരണം കൂടെ ഉള്ളവർ ഇങ്ങനെ സ്റ്റാബ് ചെയ്യുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് തന്നെ എക്സ്ട്രീമാണ്. അപ്പം ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. നമ്മൾ ഒട്ടും ഭയങ്കര ഹാപ്പി ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പം നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന ആക്ടൊക്കെ ചിലപ്പോൾ നെഗറ്റീവായി പോകാം. മനുഷ്യനല്ലേ. ഇപ്പോഴും നിങ്ങൾ അടുത്തൊരു കുട്ടിയെ പറ്റി ആലോചിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉയ്യോന്നാവുന്നത് കുട്ടിയുടെ പ്രശ്നം കൊണ്ടല്ല. ആ സമയത്ത് നമ്മൾ മാറി നിൽക്കേണ്ടത്. ഇപ്പം നമ്മളെ ഇപ്പോൾ ഈ സൗഭാഗ്യം പറഞ്ഞാൽ സൗഭാഗ്യം ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഞാൻ മാറിയൊന്നും നിൽക്കൂല, മറ്റേ 6-ാം മാസത്തിൽ 5-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും കാണൂലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കാണുമല്ലോ എന്ന് ചിന്തിക്കാൻ എനിക്ക് ഉറപ്പുണ്ടായത് അങ്ങനെ ഒരു സംഭവം നമ്മളവിടെ ഇല്ല. മാറി നിന്ന് ടീച്ചർ എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ നീ അത് നോക്കണ്ട, അവൾക്ക് വരണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും വെച്ച് അനുഭവിക്കാം കൊണ്ടുപോകും, അല്ലെങ്കിൽ അവളെ മാനസികമായിട്ട് ഭയങ്കര തകർന്നു പോയി. വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ച അർജുന, നീ അവളെ വിളിച്ചോണ്ട് കൊണ്ടുപോകും, അവളിവിടെ നിർത്തണ്ട, കോവിഡോ എന്തോ വേണമെങ്കിലും വരട്ടെ, വന്നാൽ നമുക്ക് അത് അപ്പം ആലോചിക്കാം, നീ അവളെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകും, ഇങ്ങനെ 2 പേരും മാറി ഇരിക്കണ്ട എന്നുള്ളത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മുടെ ഫാമിലിക്ക് അറിയാം. ഇനിത് തെളിയിക്കാൻ വേണ്ടി, നാട്ടുകാർക്ക് തെളിയിക്കാൻ വേണ്ടി എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. ഇനി അന്ന് ആ കസേരയിൽ ഇരിക്കുന്ന ഒരു വീഡിയോ വൈറലായത് അതൊരു സിമ്പിൾ ആക്ട് ആയിരുന്നു. അങ്ങനെ ചെയ്താലും ആൾക്കാർക്ക് പ്രശ്നമാണ്. ഞാനേ ഡാൻസ് ഇടാന്നോണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സൗഭാഗ്യ മടിയിലിരുത്തുന്നു, സൗഭാഗ്യ ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് പിള്ളേർ ഡാൻസ് കളിക്കണം. അപ്പോൾ സൗഭാഗ്യ ഇവിടെ ഇരിക്കുകയല്ലേ, അങ്ങനെ ഒരു പെണ്ണ് കമൻറ്റ് ചെയ്തൊക്കെയാണ്, സൗഭാഗ്യ സെൽഫി എടുക്കാൻ പോയപ്പോൾ പയ്യെ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ വേണം, അവൻ അങ്ങനെ സെൽഫി എടുക്കാൻ പറ്റില്ലെന്ന് എന്ന് പറഞ്ഞാൽ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ഭാര്യ മടി പിടിച്ച് സെൽഫി എടുക്കണമെങ്കിൽ എൻ്റെ ഭാര്യ എന്തിന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യണമെന്തിന്? അത് എൻ്റെ സ്വന്തം ഭാര്യയില്ലേ. അവൾ ചിലപ്പം പെട്ടെന്ന് ചോദിച്ചാൽ അവളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ആളുമായിട്ടിരിക്കുന്ന കാര്യം ആലോചിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. എങ്കിലും ആൾക്കാർ കമൻറ്റ് ചെയ്യണം അതിനാണ്, അല്ലാതെ അപ്പുറത്തൊരു ഡാൻസ് പ്രോഗ്രാം നടക്കണം നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഡാൻസ് ക്ലാസ്സിൻ്റെ ഓരോ അച്ചീവ്മെൻറ്റും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ടീച്ചർ എന്നെ ഏൽപ്പിച്ച ഒരു സംഭവം അതുപോലെ കൊണ്ട് നടക്കാൻ പറ്റുന്നല്ലോ എന്നുള്ളൊരു സംഭവമാണ്. സൗഭാഗ്യ ഒരു ഇത്രയും സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കുഞ്ഞു പിള്ളേരോട്ട് വലിയ ആൾക്കാർ വരെ, അല്ലെങ്കിൽ 60+ ആൾക്കാരും ഉണ്ട്, 6-7 വയസ്സുള്ളവരും കളിക്കും. അപ്പോൾ അവർ കളിക്കുമ്പം അവർ ഇത്ര പെർഫോം ചെയ്യുന്നുള്ള സന്തോഷത്തിരിക്കണം, അല്ല നമ്മൾ അവിടെ നിന്ന് മടിയിരുത്തി സെൽഫി എടുത്തോണ്ടിരിക്കുകയല്ലേ അവളെ പോലെ ഒന്നും ജോലി ചെയ്യാതെ. മനസ്സിലായി എന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാരാണ് ഈ ചുറ്റിനുള്ള. നമുക്ക് എന്ത് പറയാൻ പറ്റും? ചെയ്താലും ആൾക്കാരുണ്ടാവും ക്രിട്ടിസൈസ് ചെയ്യാൻ. സ്നേഹം കാണിച്ചാലും പറയും അവന്റെ ഒരു ഓവർ ആക്ടിങ്, വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിട്ട് സ്നേഹം കാണിക്കും. ഇന്റർവ്യൂ കണ്ടിട്ട് പറയണത് മറ്റേ ഇവര് തമ്മിൽ ഇപ്പൊ ചരിഞ്ഞാണ്ടിരിക്കുന്ന കേട്ടാ, ചരിഞ്ഞിരുന്നതിന്റെ അർത്ഥം ഡിവോഴ്സ് എന്നാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിന്. ഇപ്പൊ ഇങ്ങനൊക്കെ ഇന്റർവ്യൂ വരുമ്പോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ക്ലിയർ ചെയ്യാം. നമ്മളതിൽ വന്നൊരു കമന്റ് ആണ്, നമ്മള് ഇതില്
നമ്മളെ ആദ്യത്തെ ഇന്റർവ്യൂ ഇപ്പോഴത്തെ ഇന്റർവ്യൂ കണ്ടാലേ അറിയാം, ബാലയെ അമൃതയെ പോലെ അവരെ പോലും വെറുതെ വിട്ടിട്ടില്ല. അവരുടെ കൂടെ അവർ കിട്ടും. എന്ത് പറയാനാണെന്ന്, ബാലയെ അമൃതയെ പോലെയാണ്. അവരെ ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇടയിൽ. അഥവാ അവര് മറന്നിരിക്കണം, അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഇപ്പൊ ഈ കുട്ടികൾ ഭയങ്കര കാര്യമായിട്ടാണ് സ്വാഭാവികനെ നോക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ മോളുടെ കാര്യം, മോളുടെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ, വയസ്സറിയിക്കുന്ന ഒരു ചടങ്ങ്. അപ്പൊ അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് സൗഭാഗ്യം ചെയ്തു എന്നും പറഞ്ഞ് അതും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങൊക്കെ എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി തമിഴ്നാട് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. മലയാളികൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു അങ്ങനെയൊന്നും. എനിക്ക് എൻ്റെ ആ ടൈമില് എന്നെ എന്തൊക്കെയാണോ അന്ന് ആ സെറമണീസ് ചെയ്ത് അത് ഞാൻ ഓർത്ത് വെച്ചിട്ടാണ്. പിന്നെ അമ്മൂമ്മ ഉണ്ടായിരുന്നു, ഞാൻ ഹെൽപ്പിന് ചോദിച്ചായിരുന്നു, അമ്മയുടെ അടുത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. മെയിനായിട്ട് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്, അമ്മ നേരം ഇല്ലായിരുന്നല്ലോ, ചേട്ടത്തി പോയായിരുന്നു, ആ സമയത്താണ് ചെയ്തത്. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് സൗഭാഗ്യം ചെയ്തത് എന്നാ പറഞ്ഞത്. ഒരിക്കലും അമ്മയുടെ സ്ഥാനത്ത് ഒരാൾക്കും ഇതിനി എങ്ങനെയൊക്കെ ഞാൻ തലകുത്തനെ നിന്ന് ശ്രമിച്ചാലും എനിക്കൊരിക്കലും സീന ചേച്ചി ആവാൻ പറ്റില്ല. കാരണം അമ്മ എന്നും അമ്മ തന്നെയാണ്. ഇപ്പോൾ സുദർശനയ്ക്ക് ഞാൻ എൻ്റെ സ്ഥാനം മാറ്റിയ എൻ്റെ പ്ലേസ് എടുക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലേസ് ഒരിക്കലും എനിക്കെന്നല്ല ആർക്കും വന്നാലും അത് പറ്റില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വല്ലാതെ മോള് ഫീൽ ചെയ്യുന്നത് നമുക്ക് കുറച്ച് കവറപ്പ് ചെയ്യാൻ പറ്റും. ഞാനും അർജുൻ ചേട്ടനും എല്ലാവരും കൂടെ നിന്ന് ഇതിൽ ഞാൻ പോയി എനിക്ക് ചടങ്ങ് നടത്താൻ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഈ വീട്ടിൽ നടക്കില്ല. എല്ലാവരുടെയും കോപ്പറേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അർജുൻ ചേട്ടൻ അതിന് ഇവിടെ തമിഴ്നാട് ചടങ്ങൊന്നും ഇവിടെ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. ഇവിടെ അങ്ങനത്തെ ഒരു ഫാമിലി അല്ല. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നോ മറ്റേ ഗുജറാത്തിൽ നിന്ന് എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സെലിബ്രേഷൻ എപ്പോഴും പിള്ളേർ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അനു ഭയങ്കര ഹാപ്പിയും ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ആങ്കർമാർ വന്നിട്ട് പബ്ലിസിറ്റിക്കാണോ അനുവിന് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, പബ്ലിസിറ്റിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. പൈസ ഉണ്ടാക്കാനാണോ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഡെഫിനറ്റ്ലി പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആണല്ലേ, ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നത്? ഞാൻ പറഞ്ഞു അതെ, ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെയും കൺസീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഫീൽഡ് ഇതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ വീഡിയോസ് ഇടുമ്പം അതിൻ്റെ ഉള്ള റവന്യൂ എടുത്തിട്ടാണ് നമുക്ക് ഫാമിലിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് സീക്രട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മറ്റേ അംബാനിയൊന്നുമല്ല, നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇട്ട് അതിൽ നിന്ന് വരുന്ന റവന്യൂ തന്നെയാണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടി തിരിച്ച് സ്പെൻഡ്. ഇപ്പോൾ ഇതൊരു എക്സ്ട്രാ വേഗൻ്റ് കാര്യമാണ്. എന്താണെങ്കിലും ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഇങ്ങനത്തെ സെലിബ്രേഷൻസോ ക്രിസ്മസ് സെലിബ്രേഷൻ ഒരു ഓണം സെലിബ്രേഷൻ ആണെങ്കിലും അത് കയ്യിൽ നിന്ന് എക്സ്ട്രാ വേഗൻ്റ് ആയിട്ട് പൈസ ഇറങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ പൈസ തിരിച്ച് പിടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന് ആൾക്കാർ എങ്ങനെ കൺസീവ് ചെയ്താലും അവർ പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ അനുവിൻ്റെ മുഖമാണ് നോക്കുന്നത്. അനു ഹാപ്പിയാണോ, ഓൾ വെൽ ആൻഡ് ഗുഡ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ മെയിനായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ഓരോ കമൻസ് വരുന്നുണ്ട്. ചേട്ടൻ്റെ രണ്ടാമത് വിവാഹം കഴിഞ്ഞോ എന്നുള്ള കുറേ കമൻസ് നിങ്ങളുടെ വീഡിയോസിൻ്റെ അകത്ത് വരുന്നുണ്ട്. ശരിക്കും ചേട്ടൻ്റെ രണ്ടാമത് കല്യാണം കഴിഞ്ഞോ? അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ചേട്ടൻ എന്ന് പറഞ്ഞത് എന്നെക്കാളും 13 വയസ്സ് മൂത്ത ഒരാളാണ്. എൻ്റെ അനിയനാണെങ്കിൽ എനിക്കറിയാം, അല്ല അവൻ്റെ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ചേട്ടൻ ഇത്രയും പ്രായം മൂത്ത ആളാണ്. പുള്ളിയുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു 1 ഇയർ എന്തോ കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ അവർ പറഞ്ഞിരുന്നു. അപ്പം അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. അതിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ ഇപ്പം കെട്ടുന്നോ അല്ലെങ്കിൽ മറ്റേ സോഷ്യൽ മീഡിയയിലേക്ക് നീ ഉത്തരം എന്ന് പറയാമെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അനിയനല്ല, അവൻ്റെ ചേട്ടനാണ്. അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊന്നും ഉണ്ടാത്തത്. ചില ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ പറയാതെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒളിപ്പിച്ച് വെച്ചല്ല, കാരണം വിദ്യ എന്ന് പറഞ്ഞ ആളാ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. ഇവരെല്ലാവരും ഇവിടെ വന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കല്ലോ. ഞങ്ങളുടെ ഫോട്ടോസിലും ഞങ്ങളുടെ വീഡിയോസിലും തന്നെയാണ്. എന്നിട്ട് തന്നെ അവർ പറഞ്ഞു ഒളിപ്പിച്ച് വെച്ച നൈസായിട്ട് പുതിയ ആളെ കൊണ്ടുവന്നു അല്ലേ, എന്നിട്ട് ഞങ്ങൾ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ നോക്കുന്നല്ലേ. ഇത് പറഞ്ഞവർക്ക് ബോധമില്ലേ എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെയല്ലേ കാണിക്കുന്നത് ഇത് വിദ്യ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാത്തിനും ഒന്നും ഉത്തരം പറയാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, സൂൺ ഉണ്ടാവും. ഈ വർഷം ഹോപ്പ്ഫുള്ളി കല്യാണം. അതായത് ഡാൻസ് പഠിക്കാൻ വന്ന ആളിനെ കണ്ട് പരിചയപ്പെട്ട് താര ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് എന്ത് പറയാനെന്നാണ്. അത് ഞാനാണ് ആ താര ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റായ ആളിനെ കണ്ട് കല്യാണം കഴിച്ചത്. അത് ഞാൻ, അർജുൻ. എല്ലാരും അതേ കഥയും താര ടീച്ചറുമായിട്ടല്ലേ അവിടെ കല്യാണം കഴിക്കണത്. കണ്ടായിരുന്ന ന്യൂസ്, താര കല്യാണത്തിൽ നൃത്തം അഭ്യസിക്കാൻ വന്ന നെടുമങ്ങാടുകാരിയെ അർജുന്റെ ചേട്ടൻ പ്രേമിച്ച്. നെടുമങ്ങാടുകാരിയാണ് അല്ലേ? അങ്ങനെയാ ഞാൻ ന്യൂസിൽ കേട്ടത്. നെടുമങ്ങാട് തന്നെ. അങ്ങനെ ഞാൻ ഇവര് വളരെ ക്രിയേറ്റീവാണ്.
അവർ ഏതോ 2 വീഡിയോ ചെയ്തത്. ഒന്ന് അർജുൻ ചേട്ടന്റെ സ്റ്റോറി അറിയാം, സ്റ്റുഡന്റ് ആയിരുന്നു. ഉടനെ എല്ലാരും ഈ വീട്ടിൽ വരുന്നവരെല്ലാം സ്റ്റുഡൻസേ കല്യാണം കഴിക്കുള്ളൂ. അതും താരട്ടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് അറിഞ്ഞൂടാ. പിന്നെ വിദ്യ അമ്മയ്ക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അന്ന് ഇവിടെ ഡാൻസ് ക്ലാസ് നടക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് നിന്ന് ഗിഫ്റ്റ് കൊടുത്തോണ്ട് അവര് തീരുമാനിച്ചു, ഓ വിദ്യാർത്ഥിനി. എന്നിട്ട് കുറെ പേര് ചെയ്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല, മറ്റേത് മറിച്ച്. അങ്ങനെ പറയാണ്ടിരിക്കും. ഉറപ്പായിട്ട് ഞങ്ങൾ ഹോം വ്ളോഗാണ് ചെയ്യുന്നത്, ഫാമിലി വ്ളോഗ്സും എല്ലാം ആണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഉറപ്പായിട്ടും വ്യൂവേഴ്സിന്റെ അടുത്ത് പറയാതിരിക്കില്ലല്ലോ. കല്യാണം ഉണ്ടാവും, ഉടനെ അറിയിക്കുന്നത്. ഉടനെ ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ചുകൂടെ പെറ്റ്സ് ഉണ്ട്. ഒരു മോരിക്കുട്ടനുണ്ട്, നന്ദു അല്ലേ? ഞാൻ വിളിക്കണ കേട്ടതാ. നമുക്ക് അവനെയൊക്കെ ഒന്ന് കണ്ടാലോ? കയറി വരുമ്പോ തന്നെ ഇവിടെ കാണുന്നത് നന്ദുവിനെയാണ്. അല്ല, തമിഴ് മതിൽ കണ്ടില്ലേ? എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്ത തമിഴ് കാള, തമിഴ് മതിൽ. കാര്യം എന്താ? മാട്ടുപൊങ്കൽ അടുത്തതായിട്ട് നമ്മൾ കറക്റ്റ് തമിഴ്നാട് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് മാട്ടുപൊങ്കലിന് ഇറങ്ങും. മാട്ടുപൊങ്കലിന് ഒരിടത്തും കൊണ്ട് ഇറക്കണില്ല. എൻ്റെ ഭാര്യ ഒരു തമിഴത്തിയാണ്. മാട്ടുപൊങ്കൽ പ്രോപ്പറായിട്ട് ചെയ്തോട്ടെ. വിത്ത് കാള. പിന്നെ മാട്ടുപൊങ്കലിന് മാടില്ലാതെ. കവി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ കവിയാണെങ്കിൽ കവിത എഴുതണ്ട നീ. ജല്ലിക്കെട്ടിന് ഇതാ അടിപൊളി. പിന്നെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് എത്ര ആളായി? കൊണ്ടിട്ടിപ്പോ 3 മാസം. 3 മാസം. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ? അതെയോ? പൊള്ളാച്ചി. അവൻ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ കുഴപ്പമില്ലാതാണ് വെച്ചിരിക്കുന്നത്. അവൻ കുറച്ച് സോഷ്യലൈസ്ഡ് ആണ്. ഇവിടെ ഒരുപാട് അർജുൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒത്തിരി പേര് വരുന്നതല്ലേ. അപ്പൊ അവൻ എല്ലാരെയും കണ്ട് വളരുന്നോണ്ട് സോഷ്യലൈസ്ഡ് ആണ്. അങ്ങനെ ആൾക്കാരെ കണ്ട ഉടനെ കുത്താൻ പോലും അങ്ങനൊന്നുമില്ല. ആദ്യം ഇഷ്ടപ്പെട്ട ഒരു ഡോഗ് ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അത് പറയല്ലേ. അതും ഇതുപോലെ ഭയങ്കര ഹാൻഡ്സം, ഭയങ്കര ഒരു ചെറിയ വെർഷൻ ഇവിടെ ഉണ്ടല്ലോ. എന്തിയത്? അവന്റെ പേരെന്താ? റാഡോ. പയ്യൻ 5 മാസമായി. 5 മാസമായി. ആ, കുഴപ്പമൊന്നുമില്ലോ. 5 മാസമായി പട്ടിക്കുട്ടി. അതല്ല ഞാൻ പറഞ്ഞത്. ആ, അത് തന്നെ പറഞ്ഞത്. 5 മാസമായി പട്ടി കടിക്കോ? ജനിച്ചിട്ട് 5 മാസമായ പട്ടി. പപ്പിയാണ്, വലുതായിട്ടില്ല. പപ്പി. ഞാൻ പറഞ്ഞില്ലേ, അവനെ കടിപ്പിച്ച അങ്ങനെ വളർത്തണില്ല അവിടെ. അങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ഡോഗേ ഉള്ളൂ. എന്തുവാടാ മോഹം കാണിച്ചു കൊടുക്കും. സ്നേഹം വന്നാൽ മൂത്രം ഒഴിക്കുവേ. ഓ, മൂത്രം ഒഴിക്കോ? പപ്പിയല്ലേ, പപ്പീസിന് എല്ലാത്തിനും അതുകൊണ്ട്. ഇവനാണ് വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക്. ചേട്ടന് എനിക്ക് എല്ലാവരും സന്തോഷം. എനിക്ക് എല്ലാവരും വേണം. നന്ദു. അപ്പൊ എനിക്കപ്പോ മാളൂനെ നന്ദുവിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, എനിക്കറിയാം. നന്ദുവിനെ എന്ന് പറഞ്ഞാൽ അടുത്ത എനിക്കൊരു എക്സ്പെരിമെന്റ് ആണ്. അതെങ്ങനെ കാളയെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ വളർത്തിയിട്ടില്ല. പശുവിനെയൊക്കെ ചുമ്മാ മറ്റേ എരുത്തിലൊക്കെ നിൽക്കുമ്പോൾ തൊട്ടാൽ അടിച്ച് കെട്ടാനൊന്നും എനിക്കറിയായിരുന്നു. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഒരു സന്തോഷമാണ്. ഞാൻ കൂടുതൽ സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടം എല്ലാവരും ഉള്ളതാണ് എനിക്കിഷ്ടം. എനിക്ക് എൻ്റെ ഓരോ ബെർസിനെ എനിക്ക് അത്രയ്ക്ക് അറിയാം. ഈ കിടക്കണം ഇതിനകത്ത് എത്ര കിളി ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഏത് കിളി എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ എൻ്റെ കുട്ടി ജനിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. എനിക്കറിയില്ല. ഇല്ല, എത്ര കിളി ഉണ്ട് വന്നേ? ഞാൻ എണ്ണി പറഞ്ഞു എന്റെ കൗണ്ട് പോകും. എത്ര കിളി എന്തെന്നൊന്നും പറഞ്ഞുതരും. കാരണം ഈ കിളികളെ കുറിച്ച് എനിക്ക് ഒത്തിരി എനിക്ക് കിളികളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പാടില്ല. കിളികളെ കുറിച്ച് കൂടുതലായിട്ട് ഇഷ്ടംപോലെ ചാനൽസിലുണ്ട്. എങ്കിൽ ഇത് ലോറിക്കേറ്റ്സ് ആണ്. അവര് ഈ പറഞ്ഞ പോലെ മറ്റേ സീഡ്സ് അല്ല, കൂടുതലും ഈ ജ്യൂസി ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതാ ഈ കേജ് നോക്കി കണ്ട ഒട്ടും പൊടിയൊന്നുമില്ലല്ലോ. ഡസ്റ്റ് ഫ്രീ ബേർഡ്സ് ആണ്. ഇത് ഓയിലി ബേർഡ്സ് ആണ് പറയുന്നത്. കിവി 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 നീ നിന്നെ ആ സൗണ്ട് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യും. മര്യാദക്ക് പറഞ്ഞാൽ മര്യാദക്ക് പറയും. കിവി. എടാ ഞാൻ നേരിട്ട് പറഞ്ഞ കിവി. കിവി ഞാൻ വെച്ച് കടിച്ചെടുക്കുന്നു. ഇതോ അതിന് സൺജി കൊണിയോർ എന്നാണ്. ഇതെല്ലാം കൊണിയോർസാണ്. സൺ കൊണിയോർ, സൺജി കൊണിയോർ, അത് ബ്ലൂ ഗ്രീൻ ജി കൊണിയോർ എന്ന് പറയും.
ഇതും ഇതിന്റെ ഫുഡും ഇത് തന്നെയാണോ അത് സീഡ്സ് ആണ് കഴിക്കുന്നത്. കൂടുതലും കഴിക്കുന്നത്? ഇത് വന്നിട്ട് ഇവരെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വലിയ കേജിലായിരുന്നു, ഇപ്പം സ്ഥലത്തിന്റെ കുറവ് പ്രകാരം ഇങ്ങനെ ആക്കി. പിന്നെ ഭയങ്കര എലി ശല്യം, താഴത്ത് നിന്നൊക്കെ കയറി ഒരുപാട് കിളികളൊക്കെ നഷ്ടപ്പെട്ടു, എലിയെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുൾ കേജ് ആക്കാതെ കുറച്ച് ഇങ്ങനെ ആക്കി. ഇതിനകത്ത് 3-4 വെറൈറ്റി കിടപ്പുണ്ട്. ഈ കോക്കട്ടയിൽ എന്ന സാധനം, പിന്നെ ഈ പ്രാവിൽ ഏറ്റവും ചെറിയ സൈസാണ് അത്, ഡയമണ്ട് ഡോവ് എന്ന് പറയുന്നത്. ഡയമണ്ട് ഡോവ്, പിന്നെ ഈ ജംബോ ഫിഞ്ച്, പിന്നെ ജാവ സ്പാരോ കിടപ്പുണ്ട് ഇതിനകത്ത്. ഇത്ര വെറൈറ്റി അതിനകത്തുള്ള. ഈ ആടോ? ആട് ഈ പറഞ്ഞ അതൊരു 6 പോലത്തെ ഒരു സാധനമാണ്. ഇത്രേ വളരുള്ളൂ. ഇതിനൊരു ശകലം കൂടെ ഹൈറ്റ് വയ്ക്കുമായിരിക്കും. ഹൈറ്റ് ഒക്കെ ഇത്രേ ഉള്ളൂ. അതങ്ങനത്തെ ഒരു പിഗ്മി ടൈപ്പാണ്. ഇപ്പം മറ്റേ കനേഡിയൻ പിഗ്മി ഇപ്പോൾ ഒരുപാട് ഉണ്ട് ആൾക്കാരുടെ കയ്യിൽ, അറിയാം. ചൈനീസ് സിങ്ക് അങ്ങനെ അതുപോലെ ആയി വരുന്നു. ഇപ്പോൾ കീപ്പേഴ്സിൻ്റെ എല്ലാം കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഈ പറഞ്ഞ പോലെ. ആടും പണ്ട് അച്ഛൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പം കണ്ടിട്ടുണ്ടെന്നല്ലാതെ വളർത്തിയിട്ടില്ല. അപ്പോൾ വളർത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇടിക്കോ? അവരിടിക്കൊന്നുമില്ല, അവര് നമ്മളെ തട്ടിയിട്ട് ഓടും എന്ന് പറയും. മോളായിട്ട് എല്ലാവരും നല്ല കമ്പനിയാണോ? എല്ലാവരും നല്ല കമ്പനിയാണ്. പിന്നെ ഈ കമ്പനി ഓവറായിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വലിയ വലിയ ഡോഗ്സിനെ വിടുമ്പോഴത്തേക്ക് അവർ കാലിൽ ചവിട്ടും എന്നൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ജസ്റ്റ് കെയർ ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അല്ലാതെ കമ്പനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. മോളെ ഭയങ്കര കെയറിങ്ങാ. പിന്നെ തീർച്ചയായിട്ടും അതാണ് നേരത്തെ മോളെ എടുത്തപ്പോഴത്തേക്ക് അവൻ കുറച്ചൊക്കെ. അതെ, ഭയങ്കര കമ്പനി ഹാപ്പി ആയിട്ടാണ്. കാരണം ഹാപ്പി 24 hours ഹാപ്പി പട്ടിയാണെന്ന് ചിലപ്പോൾ മോക്ക് അറിഞ്ഞുകൂടായിരിക്കും. തൊട്ട് കാണുകയല്ലേ, അത് കളിപ്പാട്ടം പോലെയാണ് കൊണ്ടു കിടക്കണം. ഹാപ്പി പിടിച്ച് നീക്കി കിടത്തിട്ട് അതിന്റെ പുറത്ത് കിടക്കുകയൊക്കെ ചെയ്യും. അവർക്ക് ഒരു 7 മാസമൊക്കെ ആയി. ഇവന് 5 മാസമേ ഉള്ളൂ, അവന്മാർക്ക് 7 മാസമായി. അവന്മാരും പപ്പീസാണ്. പട്ടി പേടിയുണ്ടോ? ചെറുതായിട്ടൊക്കെ പേടി. അപ്പൊ അവര് തുറന്നിട്ടാണ് ആശമ്മ ഹസ്കികളാ? അല്ല, ചെറിയ പേടിയുള്ളൂ. നിങ്ങൾ പിന്നെ അടുത്തുണ്ടല്ലോ. ചെറിയൊരു കടി കിട്ടുമ്പോ ആ പേടി അങ്ങ് മാറും. സാഹോ, എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടല്ലോ. ദൈവമേ, പട്ടിക്കുട്ടികളെ പേടിയുള്ള ഒരു മനു. അതൊന്നും പട്ടികളായിട്ടില്ല. ആരെ പട്ടി? ഹസ്കീസ് അങ്ങനെയാണല്ലോ എപ്പോഴും. ഇഷ്ടമാണല്ലോ ഹസ്കീസിനെ വളർത്തുന്നത്. മെയിലും ഫീമെയിലും ആണ്. നമ്മുടെ വീട്ടിലെ മൂത്താപ്പൻ നടന്നു വരുന്നുണ്ട്. എന്താ ഇവിടെ ഞാനില്ലാതെ നിങ്ങളൊക്കെ എന്താ ഇവിടെ കാണിക്കുന്നത്? അവനാണ് ഇവിടത്തെ 6 വയസ്സുള്ള. അങ്ങനെന്നൊക്കെ ചാർലിക്ക് അധികം പ്രായമുണ്ട്. പക്ഷെ ഈ വീട്ടില് കാരണവരാണ് ഇവൻ. ബാക്കിയെല്ലാം അവന്റെ അണ്ടറില്ല. അങ്ങനെ അവൻ സമ്മതിക്കുള്ളൂ. എന്ത് കാര്യത്തിനും പുള്ളി കൂടെ ഉണ്ട്. അവൻ മറ്റേ വലിയ പുള്ളിയാ. പിന്നെ അമ്മ അവനെ പട്ടിയിട്ട് എനിക്കിതൊരു തോന്നിട്ടില്ല കേട്ടോ. പട്ടിയിട്ട് എന്തോ ഒരു സാധനം, ഇവനൊരു ഡോഗ് അല്ല. അവൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മൊബൈൽ ഫോൺ, നമ്മുടെ കമ്മല്, അങ്ങനെയൊക്കെ പോലെ എപ്പോ നോക്കിയാലും അവൻ കൂടെ കാണും. നമ്മൾ ഇവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണോ തൊട്ടടുത്തിരിക്കും. നമ്മ എന്നാ പിന്നെ വേണ്ട കുറച്ചു നേരം കിടക്കാന്ന് നോക്കുമ്പോൾ കിടന്നിട്ട് എണീറ്റ് നോക്കണം, അവിടെ കിടന്നുറങ്ങണം. നമ്മളിപ്പോ ഒരു ഹോട്ടലിലാകെ പോയി കിടന്നുറങ്ങുന്നെങ്കിലും രാവിലെ കാലെടുത്തേക്കും നമ്മൾ നോക്കും ഹാപ്പി എവിടെയെങ്കിലും ഉണ്ടോ. അത്ര യൂസ്ഡ് ആണ് ഹാപ്പി ആയിട്ട്. ചാർലി നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് ചാർലി. അങ്ങനെ അഡോപ്റ്റ് ചെയ്തോടെ വെക്കാറില്ല. എന്റെ അവനെ പപ്പിയിലെടുത്തത് ഞാനാണ്. എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടിനും വൈഫുമാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളടുത്ത് അഡോപ്ഷനൊന്നും ഞാനില്ല. ഇല്ല. കാരണം എന്നറിയാമോ, കുറെ കമന്റ്സിൽ അഡോപ്ഷനൊക്കെ വിളിക്കുമ്പോഴേ എനിക്ക് നല്ല ദേഷ്യം വരും. പട്ടിയെടുത്ത് കളയാനാണെങ്കിൽ പിന്നെ എന്തിനു വളർത്തണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളർത്താൻ നിൽക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കമന്റ്സിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അല്ല, അത് ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒക്കെ വരും. എനിക്ക് എല്ലാ പട്ടിയും എനിക്ക് എടുത്തോണ്ടൊന്നും എനിക്ക് വളർത്താനൊക്കെ തോന്നുന്നു. പക്ഷെ അർജുൻ ചേട്ടൻ അങ്ങനെ സമ്മതിക്കില്ല. അർജുൻ ചേട്ടൻ്റെ ഡോഗിന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതിലേ വളർത്തി അർജുൻ ചേട്ടൻ പറയണൊക്കെ അനുസരിക്കണം. അർജുൻ ചേട്ടൻ വരച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഡോഗ് നിൽക്കണം. അതുകൊണ്ട് ഇപ്പൊ ഇത്ര നമ്മൾ ഇന്റർവ്യൂ എടുത്തൊരു 8-9 പട്ടികളുടെ 8 പട്ടികളുടെ ഇടയിൽ നിന്നാണ്. എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഒന്നും അറിഞ്ഞില്ല. അത് അറിയാത്തതിന്റെ കാരണം ഇതാണ്. ഇവിടെ ഒരുത്തൻ അനങ്ങാതെ കിടക്കണ്ടേ, ഞാൻ വന്നപ്പോ കുറച്ചൊന്നും അറിഞ്ഞില്ലേ. അവൻ അങ്ങനെ ഒരു നോൺസെൻസ് ഡോഗാണ്. അവനെ എവന്മാര് പോയി മണപ്പിക്കണത് വായിക്കാത്തിട്ട് നക്കണമെന്ന് അവന് ഇഷ്ടമല്ല. അപ്പൊ അവൻ ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ എന്ത് പറഞ്ഞത് അതുപോലെ അറിയാം. അവനെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചു ചെറുക്കന്മാരെയൊന്നും അവൻ്റെ കൂടെ വിടാത്തത്. ഇനി ആരെങ്കിലും ഇവിടെ കൂട്ടിലില്ലാത്തവരോ അകത്തുള്ളവരോ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഫീമെയിൽ അങ്ങ് അറ്റത്താണ്.
ഇതാണ് ഇന്ദ്ര. ഇന്ദിര. ആ, ഇവിടെയുള്ള എല്ലാവർക്കും പേരുകളുണ്ടല്ലേ? അത് ഞാൻ ഇട്ടതാ, കാരണം അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അറിയാതെ ഞാൻ പേരിട്ടു. അപ്പൊ ഇന്ദ്ര എന്നാകുമ്പോൾ സേഫ് ആണ്, യൂണിസെക്സ് നെയിമാണ്. അപ്പോൾ ഇതാണ് അർജുൻ്റെയും സൗഭാഗ്യയുടെയും വിശേഷങ്ങൾ. യെസ് കൂടുതൽ ടൈമും ഇതായതുകൊണ്ട് ഇതിൻ്റെ കൂടെയാണ് കൂടുതൽ ടൈമും ചെലവഴിക്കുന്നത് യെസ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ സമയം നമുക്ക് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി രണ്ടുപേർക്കും. താങ്ക് യു.